ഹലോ ഗൈസ്, ഇന്റർവ്യൂവിൽ തഗ്ഗുകളുടെ രാജകുമാരൻ ധ്യാൻ ശ്രീനിവാസൻ. ഇന്റർവ്യൂവിൽ തഗ്ഗടിച്ച് ഇന്റർവ്യൂ സ്റ്റാറായ ധ്യാൻ ശ്രീനിവാസൻ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ വരുന്നത് ഇന്റർവ്യൂ അതായത് ധ്യാനിന്റെ ഇന്റർവ്യൂ കൂടി വരാറുണ്ട്. അങ്ങനെ ധ്യാൻ കുറെ പടം ഇറക്കി. നമ്മൾ വെള്ളിയാഴ്ച പടക്കമെന്ന് വിളിച്ചിരുന്നു. ചിത്രങ്ങൾ എന്നും തിയേറ്ററിൽ വിജയിക്കില്ല, പക്ഷേ ധ്യാൻ എല്ലാവരുമായിട്ട് സഹകരിക്കുന്ന സ്വഭാവമാണ്. എല്ലാ ചിത്രത്തിന്റെ പ്രൊമോഷനും വരും, എല്ലാ ഇന്റർവ്യൂവിനും വരും, തിയേറ്റർ വിസിറ്റ് ഉണ്ടെങ്കിൽ അതിന് വരും, അല്ലെങ്കിൽ സിനിമ കാണാൻ വന്ന മാധ്യമങ്ങളോട് സഹകരിക്കും. യാതൊരുവിധ പിണക്കവും ഇല്ലാതെ സഹകരിക്കുന്ന ഒരാളാണ്. രജനീകാന്തിന്റെ ജയിലർ ഇറങ്ങിയ സമയത്ത് ഇവിടെ ഒരു ജയിലർ ഇറങ്ങിയിരുന്നു. ഇപ്പം കമലഹാസൻ സാറിന്റെ തഗ് ലൈഫ് ഇറങ്ങിയപ്പോൾ ഒരു തഗ് ഇറങ്ങിയിരുന്നു. ഈ ഇത്രയും വർഷത്തെ സിനിമകൾ, ഒരു വർഷം എത്രയോ പടങ്ങൾ ചെയ്തതില് വർഷങ്ങൾക്ക് ശേഷവും പിന്നെ ഇപ്പൊ വന്നൊരു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനുമാണ് തിയേറ്ററിൽ വിജയം എന്ന് പറയാനുള്ളത്. ഇതിലിപ്പോ സ്വന്തം ചിത്രം എന്ന് പറയാനുള്ളത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ്. അതിനെ കൂടി പറയിച്ചുകൊണ്ടാണ് ഇപ്പൊ തഗ് എന്ന് പറഞ്ഞ ചിത്രം ഇറങ്ങിയത്. തഗ്ഗില് ധ്യാനിനെ കാണാനില്ല എന്നുള്ള പരാതിയാണ് വലിയ വലിയ ഇടങ്ങളിൽ നിന്ന് വരുന്നത്. ധ്യാനിന്റെ ചിത്രം എന്ന് പറഞ്ഞാൽ ധ്യാൻ വേണ്ടേന്ന് ചോദിക്കുന്നത്. അതിലൊരു ചിത്രം വിട്ടു, പ്രിൻസ് ആൻഡ് ദ ഫാമിലി, അത് ദിലീപന്റെ ചിത്രമാണ്. അതിലും ധ്യാൻ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ധ്യാനില്ലാത്ത ചിത്രങ്ങൾ ഇപ്പൊ ഇല്ല, അങ്ങനെയാണ്. അപ്പൊ അതിലും ധ്യാൻ ഉണ്ടായിരുന്നു, അതിൽ ധ്യാൻ കുറച്ചുണ്ടായിരുന്നു. ചിത്രം നല്ല ചിത്രം തന്നെയായിരുന്നു. പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വന്നപ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാവുന്നല്ല, വീണ്ടും ഒന്നോ രണ്ടോ തവണ കാണാൻ കൊള്ളാവുന്ന ഒരു ചിത്രമാറ്റി വന്നത്. പക്ഷെ എത്രയോ പടങ്ങൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചുമ്മാ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. തഗ് ഒന്നും ധ്യാനില്ല. ഈ ധ്യാൻ ചിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ പ്രതീക്ഷിക്കുന്ന ധ്യാനിനെ കാണാനില്ല. അപ്പം ഈ റോസ്റ്റിംഗ് വീഡിയോസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു അവിഭാജ്യ ഘടകമാണ് ധ്യാൻ എന്ന് പറഞ്ഞത്. കാര്യം ധ്യാൻ ലൈവാണ്. കാരണം എന്ത് ചിത്രം എടുത്താലും അതിനൊരു നമുക്കറിയാലോ, ഒരു 8, 9, 10 ഇന്റർവ്യൂകളൊക്കെ കാണും. എല്ലാ ഇന്റർവ്യൂവിലും ധ്യാൻ വരും. അങ്ങനെ എല്ലാവരും എല്ലാ ചിത്രത്തിന്റെ ഇന്റർവ്യൂവിൽ വരൂല. പക്ഷേ ധ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചിത്രത്തിന്റെ ഏത് ഇന്റർവ്യൂ എവിടെ നടത്തിയാലും വരും. എവിടെ തിയേറ്ററിൽ റെസ്പോൺസ് എടുക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് വൈറ്റ് കൊടുക്കും. അങ്ങനെ ഒന്നും മടിയില്ല. പക്ഷേ സിനിമ വിജയിക്കുന്നു എന്നുള്ള ലെവലിലോട്ട് പോകുമ്പോഴത്തേക്കും വിജയ ചിത്രങ്ങളേ ഇല്ല. ഇതിന്റെ പോക്കിന് എങ്ങോട്ടാണെന്ന് അറിയില്ല. പക്ഷെ എനിക്കിത് ഇനിയും ഒരുപാട് വരാനുണ്ട്. ഏതോ ഒരു ഓട്ടോക്കാരനായിട്ട് അഭിനയിച്ച ഒരു ചിത്രത്തിന്റെ പോസ്റ്റർ കാണുന്നത്. ഇനി ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ വരാനുണ്ട്. ചിത്രങ്ങളൊന്നും തിയേറ്ററിൽ വിജയിക്കില്ലെങ്കിൽ ഈ ചിത്രവുമായി റിലേറ്റ് ചെയ്ത് ചെയ്യുന്ന ഇന്റർവ്യൂകളെല്ലാം തന്നെ ഒരു സ്ട്രെസ് ബ്രേക്കിംഗ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ സിനിമ കാണുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ധ്യാനിന്റെ ഒരു ചിത്രം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇന്റർവ്യൂ കാണുമല്ലോ. അപ്പൊ ഈ ഇന്റർവ്യൂവില് ഇന്റർവ്യൂ ഒരിക്കലും ഇന്റർവ്യൂ ഒക്കെ റിപ്പീറ്റ് വാല്യൂ ഉള്ളതാണ്. ഇന്റർവ്യൂ എല്ലാം ഫ്രഷ് കണ്ടന്റാണ്. ഓരോ കണ്ടന്റ് പോലും അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് അങ്ങനെയൊന്നും വരാത്ത തരത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ചിത്രങ്ങളുടെ കാര്യം എടുക്കുമ്പോഴത്തേക്കും ചിത്രം നമ്മൾ പറയും, ഒരു മലയാള സിനിമയിൽ ഒരു മുഖമെങ്കിലും കാണിക്കാൻ നടക്കുന്ന ഒരുപാട് നടന്മാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇങ്ങനെ ചിത്രങ്ങൾ കിട്ടില്ല കേട്ടോ. ധ്യാന് ചിത്രങ്ങൾ എത്ര പരാജയപ്പെട്ടാലും, ധ്യാൻ തന്നെ പറയുന്നത്, പരാജയപ്പെട്ടാലും ഒരുപാട് ചിത്രങ്ങൾ ലഭിക്കാൻ ഭാഗ്യമുള്ള നടൻ, അതാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്നത്.